ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 2025 ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് 2024 പോണത് കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞ് നമ്മുടെ 2024 31-ാം തീയതി ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഞങ്ങളിന്ന് ചാലക്കുടിയിൽ പഴയ മനുഷ്യനെ കത്തിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, പാപ്പേനെ കത്തിക്കുക, അങ്ങനെ എന്തോ ആണ് അതിനെ പറയാം. അപ്പം ഞങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ബ്രൈറ്റസ്റ്റ് ഗോളിലെ ജിതീഷ്, അതായത് എൻ്റെ സാരഥി എന്ന് വേണമെങ്കിൽ പറയാം, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു പോകാനായിട്ട് ആരും കൂട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാം, ഓക്കെ. പക്ഷെ ഞങ്ങളുടെ ഇറങ്ങിയപ്പോഴേക്കും അവന് പ്രിൻസ് കൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനും പ്രിൻസൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഫാമിലി പോണത്. അപ്പോൾ നമ്മുടെ അന്നമുണ്ട്, ജസ്റ്റ് ചേട്ടനുണ്ട്, അത് പിന്നിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2025 രാവിലെ ആയിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2025 ഫസ്റ്റ് വീഡിയോ ഇതാവട്ടെ കേട്ടോ. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ എത്തിയിട്ടോ. പക്ഷേ ഏറ്റവും വലിയ തമാശ, നമ്മൾ ഉദ്ദേശിച്ച പ്രോഗ്രാം ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ 10:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസുകാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നണു, ഞങ്ങൾക്കറിയില്ല. നേരത്തെ തന്നെ ഈ മനുഷ്യരൂപത്തിനെ കത്തിക്കാൻ പറഞ്ഞു. നമ്മൾ ചെന്നപ്പോഴേക്കും ഒരു ചാരം പോലും ഇല്ല, കത്തി കഴിഞ്ഞതിൻ്റെ ഒരു സിംറ്റംസ് പോലും നമുക്ക് അവിടെ കാണാനില്ല. ആളൊഴിഞ്ഞ് പൂരപ്പറമ്പിൽ ഞങ്ങൾ അവസാനം തേരാപാര നടക്കുകയാണ്. അപ്പോഴാണ് ജിതീഷ് പറഞ്ഞത്, നമ്മുടെ ഡി സിനിമാസിൻ്റെ അവിടെ പുൽക്കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചി, നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നടന്ന് ഡി സിനിമാസ് എത്തിയിട്ടോ. വഴിയുണ്ട്, ഞങ്ങൾ എവിടെ നിന്ന് നടക്കണേ, നമ്മുടെ കലാഭവമണിയുടെ പാർക്കിൻ്റെ അടുത്തു നിന്നാണ് ഈ നടത്തം തുടങ്ങിയത്. അങ്ങനെ നമ്മൾ തിയേറ്റർ എത്തി. തിയേറ്ററൊക്കെ നല്ല സെറ്റപ്പിൽ അലങ്കരിച്ചിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ചെറിയൊരു എൻട്രി ഉണ്ട്, അതിൽ കൂടെയാണ് നമ്മൾ ഈ പുൽക്കൂട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലോങ് ആണ് കേട്ടോ. ഞാൻ സ്പീഡ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ വീഡിയോയും ഒരു രീതിയിൽ സ്പീഡ് അടിക്കാനായിട്ട് പറ്റണില്ല. പിന്നെ നമ്മൾക്ക് 1-ാം തീയതിയാണ്, ഞാനിന്ന് ലീവിലാണ്, പക്ഷെ അതും ക്ലാസ്സിൽ പോയേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്തിരി ലോങ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി ലോങ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ പരിപാടികളൊക്കെ കാണാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്കിപ്പോൾ ഇത് ഒരു കാഴ്ചയുടെ ലോകമാണല്ലോ, മാല ബൾബ് കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ പിന്നെ അധികം ആർക്കും ബോറാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളവിടെ ചെന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. 20 രൂപയാണ് ഒരു ടിക്കറ്റിന്. നമ്മൾ 5 പേരുണ്ടായിരുന്നല്ലോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. ഇതൊരു ഗോറില്ല കേട്ടോ, ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഇതിന്. ജസ്റ്റിൻ ചേട്ടന് ഇതിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയാണ്, കാരണം ഇത് തൊടാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ് ഞാനിങ്ങനെ നോക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ കുറച്ച് ഏരിയ ഇങ്ങനെ പുൽക്കൂടിനായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാഴയും മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നടക്കാനായിട്ട് ജസ്റ്റ് മുളയുടെ തണ്ടുകൊണ്ട് ഒരു വഴിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പുൽക്കൂട് കാര്യങ്ങൾ ഉണ്ണിയേശു പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മളതൊക്കെ കണ്ടുകൊണ്ട് പതുക്കെ ഇങ്ങനെ വേറൊരു ചെറിയൊരു ഗ്രൗണ്ടിലേക്ക് കടക്കുകയാണ് കേട്ടോ. പുഴയുടെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് അവിടെ അവരൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് എൻട്രി. ഇതാട്ടോ ഉണ്ണിയേശു പറഞ്ഞേക്കണത്, ഇതാണ് അവിടുത്തെ പുൽക്കൂട്. അപ്പം ഞാൻ എന്താണ് കോപ്പിറൈറ്റ് വരുന്ന കാരണമാണ് ഇതിൽ മ്യൂസിക് ഒന്നും ഇടാത്തത്. പക്ഷേ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുമെന്ന് കുറേ പേര് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ എനിക്കത് പറ്റണില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് സെറ്റ് ചെയ്ത് തരണമെങ്കിൽ ഓക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ 2024 അവസാനത്തെ ദിവസത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ. അങ്ങനെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് കണ്ണൊക്കെ മഞ്ഞളിച്ച് പോയി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആന കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ജിതീഷ് പറഞ്ഞു, ചേച്ചി കയറി പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാനും പറഞ്ഞു കയറി. സത്യത്തിൽ ലാഡർ ആയതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഒരു ഏണിയാണെങ്കിൽ എനിക്ക് ഇത്ര കുഴപ്പം വരില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് സംഗതി സിമ്പിളായിരുന്നു. പക്ഷെ നമ്മളത് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തട്ടി. പിന്നെ കയറി കഴിഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. കാരണം അത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി.
അപ്പം എൻ്റെ കയറ്റം കണ്ടിട്ട് ഒരു ചേട്ടൻ്റെ ലാഡറൊക്കെ പിടിച്ച് തരാം, കാരണം ഇനി അതെങ്ങാനും ഉരുണ്ട് വീണ് എടുത്ത് ആശുപത്രി കൊണ്ടുകൊണ്ട് വരാമോ എന്ന് വെച്ചിട്ട്. അയ്യോ, ഞാനങ്ങനെ ആനപ്പുറത്തിരുന്നു. ഏറ്റവും വലിയ തമാശ, ഞാനിരിക്കുന്ന സൈഡിലല്ല ശരിക്കും ഇരിക്കേണ്ടത്. നെറ്റിപ്പട്ടത്തിൻ്റെ അടുത്തൊരു കയറ് കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയിരിക്കണം. പക്ഷേ എനിക്ക് ഇരുന്നോടത്തുനിന്ന് എനിക്കാനായിട്ട് പേടിയായി. അവരെല്ലാവരും പറഞ്ഞു, ചേച്ചി മുന്നിലേക്ക് കയറിയിരിക്കും. ഞാൻ അതിൻ്റെ മേലെ നിന്ന് ഡാൻസ് കളിക്കുന്നത് ജിതീഷ് പറഞ്ഞിട്ടാട്ടോ. ഇത്രയൊക്കെ ആർമാദിക്കൽ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് കാണിച്ചെന്ന് സത്യത്തിൽ വീഡിയോ കാണുമ്പോഴാണ് അറിയണേ. ജീവൻ പണയം വെച്ച് കാണിക്കണ കൂത്തുകൾ കണ്ട ഈശ്വര. കണ്ടോ, നമുക്ക് ഇരിക്കാനായിട്ട് ഫ്രണ്ടിൽ വേറൊരു സ്പേസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇരുന്നോടത്തുനിന്ന് എനിക്കാനായിട്ട് എനിക്ക് പേടിയായി. കയറാൻ വലിയ കുഴപ്പമുണ്ടായില്ല, ഇറങ്ങാനായിരുന്നു വിഷമം. പേടിച്ച് ഒരു കണക്കിന് സെറ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. 3-4 പേരൊക്കെ പിടിച്ചിട്ടാണ് എന്നെ ഇറക്കിയത്. എനിക്ക് പേടിയായി. ഞാൻ പറയാം, എന്നെ സൂക്ഷിച്ചിറക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഴേന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ജസ്റ്റ് ഞാൻ ചിരി നോക്കിയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ന്യൂ ഇയറിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ അവിടെ ഡാൻസ്, പാട്ട്, മേളം. അപ്പോൾ ഞാൻ പ്രിൻസിനോട് പറയട്ടാ, നീയും കൂടെ വാടാ. പക്ഷെ അവൻ എന്ത് ചെയ്താൽ വരണില്ല. അപ്പോൾ ക്യാമറ പിടിച്ചത് ജിതീഷ്. അപ്പോൾ ഞാൻ പറയടാ, അവനെ വിളിക്കടാ. പക്ഷെ അവൻ എന്ത് ചെയ്താൽ വരണില്ല. അവൻ സെൻറ്റി അടിച്ച് നിൽക്കുക. അവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിട്ട് ഏകദേശം നിന്നത്. പക്ഷെ പ്രിൻസിനെ പിടിച്ച് വെച്ചിട്ട് പ്രിൻസ് അറിയില്ല, ചേച്ചീൻ്റെ വീട്. ഞാൻ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഇത് ജിതീഷിൻ്റെ ഫോണിലാണ് വീഡിയോ പിടിച്ചത്. അവൻ എന്തോ എഡിറ്റ് ചെയ്ത് തന്നാന്നാണ്. ഇത്രയും കളറും ക്ലാരിറ്റിയും ഒക്കെ എങ്ങനെ വന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ലല്ലേ ഈശ്വര. ഇത്രയൊക്കെ സ്പീഡിൽ തുള്ളി ചാടിയോ. ഒരു ചേട്ടൻ അവിടെ നോക്കി ബ്ലൂ ഷർട്ട് ഇട്ടിട്ട് ആളവിടെ നിന്ന് എന്തോ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിപ്പോഴാണുള്ള ദൈവമേ അറിയണേ. ആ നേരത്തെ ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുഖമൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ ഡാൻസ് കളിച്ചു, എല്ലാവരും ഡാൻസ് കളിക്കണേ. ചുറ്റിൽ നമ്മളും ഡാൻസ് കളിക്കുക. ജസ്റ്റിൻ ചേട്ടൻ അന്നമോൻ എടുത്തിട്ടാണ് ജസ്റ്റിൻ ചേട്ടൻ്റെ വക ഡാൻസ്. അയ്യോ, ചേട്ടൻ ആകെ വേണ്ടായിട്ടാ. കാരണം കുറേ ദൂരം നമ്മൾ നടന്ന് പോയില്ലോ. അതിലേക്ക് എന്തിട്ട് ചെയ്യേണ്ടതെന്നില്ല. തലയിൽ ഷാൾ കെട്ടും, കൈമ ഷാൾ കെട്ടും, വയറുമ്മ ഷാൾ കെട്ടും, അങ്ങനെയൊക്കെ അതില്ല. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതാട്ടോ. അവിടെ പുല്ലുണ്ടായിരുന്നു. പുല്ല് കിടന്നിട്ട് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതാണ്. മേത്തൊക്കെ ആകെ ചെളി പുല്ലിൽ കിടന്ന കാരണം. അപ്പം നമുക്കിത് ഷോർട്സിൽ ഇടാൻ പറ്റും. ഞാനിപ്പോൾ ലോങ് വീഡിയോ ഇപ്പോൾ അതെല്ലാനും കൂടി ഒരെണ്ണത്തിൽ സെറ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കാണ്. സുരഭിയുടെ അടുത്തെത്തിയപ്പോൾ നമുക്ക് ആ കാക്കയുടെ പ്രതിബിംബം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ്. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ. ഓക്കേ.